ആ പച്ചക്കറി മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പറക്കി കഴിക്കുകയാണ്. അത് കൂടുതലായി കഴിക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ മരണം വരെയും അത് വല്ലാതെ ഇഷ്ടം വെച്ചിരുന്നു. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുരാഗം വെക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നബി തങ്ങൾ എന്താണോ ഇഷ്ടം വെക്കുന്നത് അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച സ്വഹാബി, നബി തങ്ങൾക്ക് എന്താണോ പ്രിയമുള്ളത് അതേപോലെ തന്നെ പ്രിയം വെക്കാൻ ഇഷ്ടമുള്ളതാകുന്ന സ്വഹാബികൾ. ഒരു തയ്യൽക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കുകയാണ്. ഒരു തയ്യൽക്കാരൻ നബി തങ്ങളെ സൽക്കരിച്ചു. ഒരു അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കൂടെ ഞാനും ഉണ്ട്. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. നോക്കുമ്പോ അതിൽ നല്ല ചുരങ്ങാന്നല്ലേ പറയാ, പച്ചക്കറിയിൽ ഒരു വിഭവം അല്ലെ, ചുരങ്ങാന്ന തെക്ക് ഭാഗത്ത് ചുരക്കാന്ന് പറയും, പല സ്ഥലത്തും പല പേരാ. ഈ ചുരങ്ങാന്ന് പറയുന്ന പച്ചക്കറി നീണ്ടിട്ടുള്ള, മനസ്സിലായില്ലേ, ആ പച്ചക്കറി മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പറക്കി കഴിക്കുകയാണ്. അത് കൂടുതലായി കഴിക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ മരണം വരെയും അത് വല്ലാതെ ഇഷ്ടം വെച്ചിരുന്നു. എപ്പോൾ പച്ചക്കറി വാങ്ങിയാലും എപ്പോൾ ഭക്ഷണം കഴിച്ചാലും എല്ലാ ഭക്ഷണത്തിനും അല്പം ഞാൻ ചുരങ്ങ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? ഖദിംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാതിൻ, 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അദ്ദേഹം പറയുന്നു, നബി തങ്ങളുടെ ഈ സുന്നത്ത് നബിക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്ന് കണ്ടപ്പോ ഞാൻ പിന്നെ എപ്പോഴും പച്ചക്കറിയിലുള്ള ഈ വിഭവം ഉൾപ്പെടുത്തും. നമ്മളും ഇഷ്ടപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുമ്പ് ഇത് ഒരു സ്ഥലത്ത്, അഴീക്കോട് ഒരു സ്ഥലത്ത് വാത് പറഞ്ഞിട്ട് പോയി. 2 മാസം കഴിഞ്ഞപ്പോ അവിടുത്തെ ഖതീബ് ഉസ്താദ് വിളിച്ചു. സാധാ അട്ടിപ്പാത്രത്തിൽ മുഴുവൻ ചൊരക്കാന്ന്. ഇപ്പൊ എല്ലാ ദിവസവും ഇറച്ചി അതൊക്കെ പോയി. കാരണം നബിക്ക് ഇഷ്ടപ്പെട്ടത് ഉസ്താദ്മാർക്കും കൊടുക്കാന്ന് കരുതിയിട്ട് എല്ലാ പാത്രവും മൂപ്പര് ഏറ്റവും മുകളിലത്തെ തൊട്ട് കൊടുന്നപ്പോ അതിനകത്ത് ചൊരക്ക. രണ്ടാമത്തെ നോക്കുമ്പോ ചൊരക്ക കൊണ്ടുള്ള അച്ചാറ്, അടുത്ത് നോക്കുമ്പോ അതിനകത്ത് ചൊരക്ക കൊണ്ടുള്ള തോരൻ, മൊത്തത്തിൽ ചൊരങ്ങ കൊണ്ടുള്ള കളിയാണ്. അപ്പൊ അങ്ങനെ വേണ്ട, ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഏതായിരുന്നാലും പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പോ ഈ സാധനം കൂടി വാങ്ങിച്ചോ. നബിക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ആഹാരം. ഇറച്ചിക്കകത്ത് ആ കറി നമ്മൾ സാധാരണ കിഴങ്ങിടുകയാണ്. ഈ കിഴങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ചൊരങ്ങ ഇട്ടാൽ കറി നല്ല കൊഴുപ്പുണ്ടാവും, നല്ല ടേസ്റ്റോ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. കണ്ണൂരുകാർക്ക് ഇവരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നല്ല സുഭിക്ഷമായ ഭക്ഷണം വെക്കുന്നവരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വിഭവം എന്തായാലും നാളെ മുതൽ തുടങ്ങി. ചൊരങ്ങ കേട്ടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിക്ക് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് എന്തൊക്കെ പറ്റും അതൊക്കെ എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തിക്കോട്ടെ. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അത് സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നു. റളിയല്ലാഹു അൻഹു. അതാണ് നബി എന്ത് ചെയ്തോ അതേപോലെ ചെയ്യാൻ സ്വഹാബത്തിന്റെ ഒരു ശൈലിയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഹാനാകുന്ന മുത്തബിഉസ് സുന്ന എന്ന പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വ്യക്തി, നബി തങ്ങളുടെ തിരുസുന്നത്തുകൾ പരിപൂർണമായി മുറുകെ പിടിക്കുന്ന വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ്, അബ്ദുള്ളയാണ് എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. കാരണം നബിയുടെ എല്ലാ തിരുസുന്നത്തുകളും നബി എങ്ങനെ നടന്നോ അതേപോലെ നടക്കും. നബി എവിടേക്ക് ഇരുന്നോ അവിടേക്ക് ഇരിക്കാൻ പരിശ്രമിക്കും. നബി എങ്ങനെ യാത്ര ചെയ്തോ അതേപോലെ യാത്ര ചെയ്യും. ഇതാ ഒരു സംഭവം പറയാം. മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. നബി തങ്ങളുടെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്തപ്പോ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. നേരെയുള്ള യാത്രയാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ്. ബഹുമാനപ്പെട്ടവർ ഒട്ടകത്തെ റൗണ്ട് ചെയ്യുകയാണ്. നേരെയുള്ള
ഇന്നതാകുന്ന വഴിയാണ്. ബഹുമാനപ്പെട്ടവർ ഒരു സ്ഥലത്ത് എത്തിയപ്പോ അദ്ദേഹം ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ള കൂട്ടുകാര് ചോദിച്ചു, യബ്ന ഉമറ ലിമ ദവ്വറതനാഖതക, എന്തിനാണ് ഇബ്നു ഉമറേ നിങ്ങൾ ഇവിടെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുന്നത്? ഇവിടെ ഒരു റൗണ്ട് ബോർഡില്ലല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ നേരെയുള്ള വഴിയിൽ റൗണ്ട് അടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, സഫറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്യാൻ അല്ലാഹു അവസരം നൽകിയ പാപിയാണ് ഞാൻ. ഫലമ്മാ ദനാ ഹാദൽ മകാൻ, അല്ലാഹുവിന്റെ റസൂല് ഈ വഴിയിലൂടെ ഞാൻ ഈ വന്നതായ ഈ സ്ഥലത്ത് എത്തിയപ്പോ ദവ്വറനാഖതഹു, അല്ലാഹുവിന്റെ റസൂല് ഒട്ടകം ഇങ്ങനെ റൗണ്ട് ചെയ്യിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയതാണ്. നബി തങ്ങൾ എന്തിനാണ് റൗണ്ട് ചെയ്യിച്ചത്? എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യവുമില്ല. അല്ലാഹുവിന്റെ റസൂല് ചെയ്തില്ലേ, ഫലിദാലിക ദവ്വറതു നാഖതി, ആ ഒരൊറ്റ കാരണത്താലാണ് അല്ലാഹുവിന്റെ റസൂല് ചെയ്തതുപോലെ ഞാൻ എന്റെ ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്യിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നബി എന്തിനാണ് ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്യിച്ചത്? എനിക്കറിയില്ല. പക്ഷെ നബി ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. നേരെയുള്ള വഴിയാണ്, കാര്യം ശരിയാ. ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്യിക്കേണ്ട ഒന്നുമില്ല, ഒരു ബോർഡോ ഒന്നുമില്ല, ഒരു റൗണ്ട് ബോർഡോ ഒന്നുമില്ല. പക്ഷെ നബി ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ഒട്ടകത്തെ ഒന്ന് ചുറ്റിക്കുന്നത് ഞാൻ കണ്ടു. ആ ഒറ്റ കാരണത്താലാണ് ഇതേ സ്പോട്ടിൽ എത്തുമ്പോ ഞാനും അങ്ങനെ ചെയ്യുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതാണ് മുത്തബി സുന്നത്ത്. നബി എന്ത് ചെയ്തു അതേപോലെ ചെയ്യാം. ഒരിക്കൽ ആരോ വിളിച്ചു പറഞ്ഞു, അബ്ദുല്ലാ കഅബയെ തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ളിൽ നിസ്കരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. കഅബയുടെ വാതിൽ അടക്കാൻ തുനിയുമ്പോ ഓടി ചെല്ലുകയാണ്, അകത്ത് കയറുകയാണ്. ചോദിച്ചു കൂട്ടുകാരോട്, എവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് നിസ്കരിച്ചത്? കാണിച്ചു കൊടുക്കുന്നു, ആ രണ്ട് തൂണുകൾക്കിടയിലാണ്. പരിശുദ്ധമായ കഅബയ്ക്ക് ഉള്ളിൽ നബി തങ്ങൾ നിസ്കരിച്ച അതേ സ്ഥലത്ത് എങ്ങനെയാണോ നിസ്കരിച്ചത്, എത്ര റക്അത്താണോ നിസ്കരിച്ചത്, അതേപോലെ നിസ്കരിച്ച് സലാം ഇട്ടുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, നബി തങ്ങളോടുള്ള മഹബ്ബത്താണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമാണ്, അനുരാഗമാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എത്രയോ പറയാനുണ്ട്. കേൾക്കണേ, പഠിക്കണേ ഉമ്മമാരെ, പഠിക്കണേ ചെറുപ്പക്കാരെ. ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കാൻ ബന്ധപ്പെട്ടത് ആ പ്രവാചകരല്ലേ. മരം ചുറ്റി പ്രേമവുമായി കോളേജിന്റെ വരാന്തകളിൽ കറങ്ങി നടക്കുന്ന യുവമിദിനങ്ങളെ ആരെ നീ സ്നേഹിക്കേണ്ടത് അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ചുടിചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ഒരേ ഒരു നേതാവ്, അത് പരിശുദ്ധ ഹുബ്ബേ ഖളറായിന്റെ ചുവട്ടിൽ ചുംബനം ചുറങ്ങുന്നതായ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അറിയുമോ ആ സഹാബത്തിന് ആളുകൾ ഇഷ്ടം വെച്ചത് എങ്ങനെയെന്നറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീന വിട്ട് യാത്ര പോകാൻ തയ്യാറല്ല. എന്തേ നിങ്ങൾ മദീന വിട്ട് യാത്ര പോകാത്തത്? റസൂലുള്ളാഹി വഫാത്തായിട്ട് പോലും എന്തേ നിങ്ങൾ പോകാത്തത്? പല സ്വഹാബത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയല്ലോ, എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, സ്നേഹത്തിന്റെ ഭാഷ ലോകരെ പഠിപ്പിക്കുകയാണ്. എനിക്ക് പോകാൻ സാധിക്കില്ല. കാരണം റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്താണ്.
കാരണം എന്റെ ഈ വീട്ടിൽ അതാ ഈ വീടിൻ്റെതാകുന്ന പടിയിൽ ഒരു മനോഹരമാകുന്ന വൃക്ഷമുണ്ട്, ഒരു ചെറിയതാകുന്ന ഈന്തപ്പനത്തിന്റെ വൃക്ഷമുണ്ട്. അതിന്റെ തണലിൽ എന്റെ വാപ്പയെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ വന്ന് അല്പനേരം തണൽ കൊണ്ട വൃക്ഷമാണ്. അതിന്റെ താഴെ ചുവട്ടിൽ നബി തങ്ങൾ ഇരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മരം ഉണങ്ങാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്താൽ പ്രയാസമാണ്. ഇതിന് വെള്ളമൊഴിക്കൽ എന്റെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ വെള്ളമൊഴിച്ചുകൊണ്ട് ഇതിന്റെ പരിസരത്ത് തന്നെ നിലകൊള്ളുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൻ്റെതാകുന്ന ഏതോ ഒരു ഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടി രോഗിയായി കിടക്കുന്ന ഉമറിനെ കാണാൻ വീട്ടിൽ വന്ന സമയത്ത് വീടിന്റെ ഉമ്മറത്തുള്ള ഈന്തപ്പനയുടെ ചാരത്ത് വന്ന് അല്പനേരം വിശ്രമിച്ചതിന്റെ പേരിൽ ആ മരത്തെ പ്രണയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആളുകൾ എന്നെ കുറിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞാലും, ആളുകൾ എന്നെ കുറിച്ച് മജ്നൂൻ എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഒരു സാധാ മനുഷ്യനല്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുവിനാൽ മുൻപല്ല് പൊട്ടിപ്പെട്ടതാകുന്ന പ്രവാചകരുടെ മുഖത്ത് നിന്നതാ രക്തം ധാരധാരയായി ഒഴുകുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയെ വലയം ചെയ്ത് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകരുടെ ശരീരത്തിലൂടെ രക്തമിതാ പുറത്തേക്ക് ഒഴുകുകയാണ്. മാലിക് ഇബ്നു സിനാർ റളിയല്ലാഹു ആ രക്തമിതാ വടിച്ചെടുത്ത നാക്കുകൊണ്ട് വടിച്ചു കുടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മാലിക് ഇബ്നു സിനാനിനോട് പറയുകയാണ്, സിനാനേ തുപ്പിക്കളയോ സിനാനേ. കേൾക്കുന്നില്ല മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. സഹോദരാ സഹോദരി, രക്തം നജസാണ്, കുടിക്കാൻ പാടില്ല. അത് ശരീരത്തിലേക്ക് പുരളാൻ തന്നെ പാടില്ല. നജസാണെന്ന് പഠിപ്പിച്ചപ്പെട്ടതായ ശറഅാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തം ഒരു സാധാരണ മനുഷ്യന്റെ രക്തമല്ല. ഇത് മനസ്സിലാക്കിയ സ്വഹാബിയാണ്, ഇത് മനസ്സിലാക്കിയ മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു ആ രക്തമിതാ പരിപൂർണമായി നക്കി കുടിക്കുകയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, മൻ സറഹു, ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ സ്വർഗാവകാശിയായ ഒരു മനുഷ്യരെ കാണാൻ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ ഫല്ലൻദുർ ഇലാ മാലിക് ഇബ്നു സിനാൻ. എന്നെ രക്തം കുടിച്ച് നിലകൊള്ളുന്ന ഈ മാലിക്കിനെ നിങ്ങൾ നോക്കണേ. ഈ മാലിക്കിനെ കണ്ടാൽ മതി, സ്വർഗാവകാശിയായ മനുഷ്യനാണിത്. കാരണം എന്റെ രക്തം ഊട്ടപ്പെട്ടതായ ശരീരം നരകം സ്പർശിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കരം സ്പർശിച്ചവർക്ക് പോലും നരകം നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തമസ്സുന്നാറു മൻ റആനി വമൻ റആനി. നരകം സ്പർശിക്കാതിരിക്കാൻ രക്തം കുടിക്കണമെന്നില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് പിടിച്ചാൽ മതി. ആ പ്രവാചകന്റെ ചാരത്ത് വിശ്വാസിയായി ഒരല്പസമയം നിലകൊള്ളുന്ന സ്വഹാബിയായാൽ മതി. വേണ്ട, ആ സ്വഹാബികളെ കണ്ടാൽ മതി, അവരെ പിടിച്ചാൽ മതി. ലാ തമസ്സുന്നാറു മൻ റആനി വമൻ റആനി. എന്നെ കണ്ട ഒരൊറ്റവരാളും എന്റെ കരം പിടിച്ചിട്ടുള്ള ഒരൊറ്റവരാളും നരകം സ്പർശിക്കില്ല കേട്ടോ. എന്നെ കണ്ടവരെ കണ്ടതായ ആളുകളുണ്ടോ? സ്വഹാബത്തിനെ കണ്ട താബീങ്ങളുണ്ടോ? അവരും നരകത്തിൽ കടക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു സാധാ മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റും.
ഒരു സാധാ മനുഷ്യനാണോ? ചിന്തിക്ക് നിങ്ങൾ. അല്ലാഹു മുത്തുനബിയുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സാധാ മനുഷ്യനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് മുലകുടി ബന്ധമുള്ളതാകുന്ന സഹോദരിയാണ് ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ. ക്ഷീണായ എല്ലാവർക്കും നിർത്താറായ 10 മിനിറ്റ് 11 മണിയാകുമ്പോൾ നിർത്താം. പുതപ്പ് റെഡിയാക്കി വെച്ചോ. അല്ലാഹു നാഫിയായ നൽകട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഇത്രയും 300 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നുകൊണ്ട് എന്തെങ്കിലും പറയണ്ടേ? പ്രത്യേകിച്ച് നബിയെ കുറിച്ച് പറയാൻ കിട്ടുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. കടക്കാണ്, ഇനിയും കടക്കാണ്. ചരിത്രങ്ങളും ഹദീസും. അല്ലാഹു നാഫിയായ ഇൽമ നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഴ പെയ്യുന്നതോട് കേൾക്കുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേര് കേൾക്കുന്നുണ്ട്? ഉറക്കാത്ത ആളുകളെ മനസ്സിലായി. മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് ആര്? ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നബിയുടെ ഖാദിമായി 10 വർഷം നബിയോടൊപ്പം സേവനം ചെയ്ത വ്യക്തി അനസ് റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കിടക്കാറുണ്ട്. നബി വന്ന് വിശ്രമിക്കും, പകലൊക്കെ ഇടയ്ക്ക് വന്ന് വിശ്രമിക്കും. അങ്ങനെ കൈലൂരത്തിന്റെ ഉറക്കം ഉറങ്ങുന്ന സമയത്ത് നബിക്ക് പ്രത്യേകം വിരിപ്പ് വിരിച്ചു കൊടുക്കും. മഹദിയാകുന്ന ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ. നബി നല്ല വിയർപ്പുള്ള ആളാണ്. പ്രത്യേകിച്ച് മരുഭൂമിയാണല്ലോ, സ്വാഭാവികമായിട്ട് വിയർക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും വിയർക്കും. അപ്പൊ പിന്നെ മരുഭൂമിയിലെ കാര്യം പറയണ്ട. ഞങ്ങളിപ്പോ ഒരാഴ്ച മുമ്പ് ഉംറയിലായിരുന്നു. ഇന്നലെ പ്രസംഗം നടത്തി നമ്മുടെ ഞാനും ഒക്കെ അവിടെ വെച്ച് കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച നല്ല ചൂടുള്ള സമയമാണ് ഇപ്പൊ മക്കൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ സ്വർഗ്ഗമാണ്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. മുസ്ലിം ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നബി ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുൽ ബുഖാരിയിലൊക്കെ ഫഅരിഖ, നബി തങ്ങൾ നല്ലതുപോലെ വിയർക്കും. വിയർക്കുന്ന സമയത്ത് നമ്മുടെ വിയർപ്പ് പോലെയല്ല, ദുർഗന്ധമല്ല. അതുകൊണ്ട് തന്നെ ആ വിയർപ്പ് ഇങ്ങനെ പഞ്ഞിയിലൊക്കെ മുക്കിയിട്ട് മഹദിയാകുന്ന ഉമ്മു സലീം ബീബി റളിയല്ലാഹു അൻഹ അതൊരു ഖാറൂറത്ത്, ഒരു ചെറിയ കുപ്പിയിലേക്ക് അതാക്കുക. ഇതിങ്ങനെ പിഴിഞ്ഞു അതല്ല, ആ തുണി ആ തോർത്തൊക്കെ പിഴിഞ്ഞിട്ട് കുപ്പിക്കാത്ത എന്ത് വിയർപ്പിന്റെ കണികൾ. രക്തത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്, രക്തം കുടിച്ചെന്ന് ഒരു സഹാബി മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊരു സാധാ മനുഷ്യനല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മാറും. ബിദ്അത്തുകാർക്ക് ഇത് പറയുമ്പോൾ ആദ്യം തന്നെ അവർക്ക് അറപ്പും വെറുപ്പാണ്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും സുവ്യക്തമാണ്. മുസ്ലിം ഈ വിയർപ്പിന്റെ കണികൾ എടുത്തിട്ട് കുപ്പിയിലാക്കുക. നബി തങ്ങൾ ഉറക്കിൽ എഴുന്നേൽക്കുമ്പോൾ ഇത് കാണുക. നബി തങ്ങൾ ചോദിക്കുന്നു, മാ തസ്നഈന യാ ഉമ്മു സലീം, ഉമ്മു സലീം നീ എന്താ ഈ കാണിക്കുന്നത്, എന്തായി ചെയ്യുന്നത്? അപ്പൊ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ മഹദിവറുകൾ പറയുന്നു, ഹാദാ അറഖുക, നബിയെ ഇത് തങ്ങളുടെ വിയർപ്പാണ്. പച്ചയ്ക്ക് പറയാൻ ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. നജഅലുഹു ഫീ തീബിനാ, ഞങ്ങൾ ഇത് ഞങ്ങളുടെ സുഗന്ധത്തിലേക്ക് ഇതും കൂടി അങ്ങോട്ട് ചേർക്കും. വഹുവ മിൻ അത്യബി തീബ്, ഏറ്റവും നല്ല ബെറ്റർ സുഗന്ധം. അപ്പോൾ ഇത് മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ അഹ്മദുൽ മർജ് വാങ്ങിച്ചുകൊണ്ട് നടക്കാം. അഹ്മദുൽ മഗ്രിബിൻ അല്ലേ, ഗൾഫാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാവും. മർജ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് ഇപ്പൊ എല്ലാവർക്കും വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന അത്ര ഒന്നും അല്ല. നബി തങ്ങളുടെ കസൂരിയേക്കാൾ സുഗന്ധമാണ്. ഹദീസ് അങ്ങനെ തന്നെ എടുത്തുദ്ധരിക്കുക. നർജു ബറകതക ലിസ്ബിയാനിന, നബിയെ തങ്ങളുടെ ബറക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിയർപ്പില്ലതാകുന്ന കണികകൾ കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞു. അസ്ബിതി, നീ അത് എത്തിക്കും കേട്ടോ, നീ പറഞ്ഞത് ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി പറയുമെന്നാ പറയണ്ടേ, എന്ന് നബി പറഞ്ഞില്ല. മനസ്സിലാക്കണം. ഞാൻ വെറുതെ ഹദീസ് ഉള്ളത് തന്നെയാണ് ഈ പറയുന്നത്. വെറുതെ എന്റെ കയ്യിൽ നിന്നിട്ട് അങ്ങനെ പൊക്കി പറയേണ്ട ഒരു കാര്യമില്ല. ഖുർആനും ഹദീസും വെച്ച് മാത്രമാണ് ഈ പറയുന്നത്.
വിദേഹത്താര് പറയുന്നത് പോലെ പിന്നെ അത് വേണ്ട, ഒഴിവാക്കെന്നല്ല പറഞ്ഞത്. അസ്ബിത്തി, നീ പറഞ്ഞത് ശരിയാണ് എന്ന് ഉമ്മു സലീം റളിയല്ലാഹു അൻഹയോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾക്ക് അസുഖം വരുമ്പോ, കുട്ടികളെ പെരുന്നാളിലൊക്കെ പോകുമ്പോ ഇതങ്ങോട്ട് കൊടുക്കാം. ബിസ്മില്ലാ, ബറക്കത്ത് നബിതങ്ങളുടെ വിയർപ്പ്, മാഷാ അല്ലാഹ്, അതാണ് അങ്ങോട്ട് തേച്ചു കൊടുക്കുന്നത്. പെരുന്നാളിന് പോകുമ്പോൾ ഏറ്റവും നല്ല സുഗന്ധം. പുറത്തൊക്കെ പോകുമ്പോ ഈ തേച്ചു കസ്തൂരിയേക്കാൾ സുഗന്ധം. ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ സാധാ സീത മനുഷ്യരിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് നമ്മൾ ദുർഗന്ധം എന്ന് പറയുന്നത്. നബി ഒരു സാധാ മനുഷ്യനല്ല, അത് ഖുർആൻ തന്നെ വ്യക്തമാക്കിയല്ലോ. ഇന്നമാന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അടുത്ത് പറഞ്ഞെന്താ? യുഹാ ഇലയ്യ, എടുത്തു പറഞ്ഞു നബി ഒരു സാധാ മനുഷ്യനല്ല, ദിവ്യബോധനം നൽകപ്പെടുന്ന മഹൽ വ്യക്തിത്വമാണ്. സാധാ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയാൻ മനുഷ്യന്റെ എല്ലാം ഉണ്ട്, കയ്യും കാലും മൂക്കും കണ്ണും കാതും ഒക്കെ ഉണ്ട്, എല്ലാ അവയവങ്ങളും ഉണ്ട്. പക്ഷേ സാധാ മനുഷ്യനായിട്ട് നിങ്ങൾ കാണരുത്. ഇതൊരു ഉന്നതനായ വ്യക്തിത്വമാണ്. അല്ലാഹുവേ, പ്രവാചകരെ മദ്ഹ് ചെയ്യുന്ന സാലിഹീങ്ങളിൽ, അവരെ ഇഷ്ടം വെക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, സ്വഹാബ, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 വസ്തുക്കളാണ്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും ഫലാസതും. നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 വസ്തുക്കളാണ്. ഒന്ന് അത്തീബു, സുഗന്ധമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സുഗന്ധമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ നബിക്ക് ഇഷ്ടപ്പെട്ടതിനൊക്കെ നമ്മളും ഇഷ്ടം വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിൽ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തീബു, സുഗന്ധം, ഒന്നാമത്തത്. അതുകൊണ്ടാണല്ലേ അറബികളെ നിങ്ങൾ കാണി 100 റിയാൽ ഉണ്ടെങ്കിൽ അവർ അതിലൊരു 75 റിയാൽ ചെലവഴിക്കാൻ നല്ല സുഗന്ധം വാങ്ങാനാണ്. നമ്മൾ കാണുന്നില്ല, മക്കത്തും മദീനത്തും ഒക്കെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളുടെ ഷോപ്പ്. ഇവിടെ പോയിച്ചല്ലേ ബുഖൂർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അവരാണല്ലോ. കിട്ടുന്നതാകുന്ന ശമ്പളത്തിന്റെ 3/4 ഭാഗവും സുഗന്ധങ്ങൾ വാങ്ങാൻ അവർ ഇഷ്ടപ്പെടും. നബിയോടുള്ള മഹബത്താണ്, നബിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. നമ്മൾ വാങ്ങിച്ച് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് ഇങ്ങനെ അലമാരയിൽ വെക്കുന്നതല്ലാതെ അല്ലാഹു ഉപയോഗിക്കുന്നു. അതാണ് നമ്മളിൽ ഭൂരിഭാഗം. ഈ സാധനം കൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാം, ഒരു മഹ്റൂമിന് കൊടുക്കത്തുമില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നബിക്ക് ഏറ്റവും ഇഷ്ടം സുഗന്ധം. എന്നാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് നിർഗളിക്കുന്നത് സുഗന്ധമാണ്. എന്നിട്ടും നബി സുഗന്ധം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്ര പ്രാധാന്യം സുഗന്ധത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാം. നല്ല സുഗന്ധം വാങ്ങണം. ചില സാധനം അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ സലാം പറഞ്ഞു അങ്ങനെ തൈറ്റ് അടിക്കരുത്. 3 ദിവസത്തേക്ക് പിന്നെ എഴുന്നേക്കൂല. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പേരിട്ടിട്ട് കാര്യമില്ല. അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മയ്യത്തിനടിക്കുന്ന അങ്ങനെ തൈറ്റ് അടിക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സുഗന്ധം, ആൽക്കഹോൾ ഇല്ലാത്ത നല്ല അത്തർ വാങ്ങിയിട്ട് സുഗന്ധമുള്ളത് എപ്പോഴും ഉപയോഗിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴും വാങ്ങണം. നമ്മൾ എപ്പോഴും സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ്. 2 നബിക്ക് ഇഷ്ടമുള്ളത്. രണ്ടാമത്തത് എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാതെ പ്രിയമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നബി തങ്ങൾക്ക് അവിടുത്തെ പ്രിയപ്പെട്ട ഇണകളോട് വല്ലാത്ത ഇഷ്ടമാണ്. ഹബീബ് അങ്ങനെ ഇഷ്ടം വെക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ നീ നിന്റെ ഹൃദയത്തിലേക്ക് തീരുമാനമെടുക്കണം. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വല്ലാതെ പ്രണയിക്കുന്നവനാകണേ. അവളല്ലാതെ മറ്റൊരു പെണ്ണിലേക്ക് നോട്ടം പാടില്ല, ഹറാമായ ചിന്ത പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വന്നിസാ, ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒന്നാമത്തത് സുഗന്ധമാണ് എങ്കിൽ രണ്ടാമത്തത് എന്റെ ഭാര്യമാരാണ്. തീർന്നില്ല, റസൂലുള്ളാഹി മൂന്നാമതായി പറയുന്നു, നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിസ്കാരത്തിനൂടെ കൺകുളിർമയായി നിലകൊള്ളലാണ് എനിക്ക് മൂന്നാമതായി ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ 3 വസ്തുക്കളാണ് ഇഹലോകത്തുള്ള എല്ലാ വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നബിയുനാ
ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവേ ഈ വസ്തുക്കളെ പ്രിയം വെക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തിരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള 3 വസ്തുക്കളെ പറയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് എനിക്ക് 3 കാര്യങ്ങൾ പ്രിയമുണ്ട് റസൂലേ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയട്ടെയോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പറയൂ അബൂബക്കറേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സഹാബത്തിൽപ്പെട്ട പല ആളുകളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അലിയാർ തങ്ങളടക്കം പലരും അവരുടേതാകുന്ന 3 മഹബ്ബത്തുകൾ പങ്കുവെക്കുമ്പോൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പങ്കുവെക്കുമ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പങ്കുവെക്കുമ്പോൾ, അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അതെല്ലാം കേട്ടു നിന്നതായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയേ അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുമുഖം കണ്ടുകൊണ്ടിരിക്കലാണ് റസൂലേ. അവിടുത്തെ സന്തതസാരാരിയായി നിലകൊള്ളാൻ അല്ലാഹു അവസരം നൽകിയതാകുന്ന ഈ പാവപ്പെട്ട അബൂബക്കറിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു അത് മറ്റൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്നളറു ഇലാ വജ്ഹിക, തങ്ങളുടെ മുഖകമലം നോക്കലാണ്. തീർന്നില്ല വജമഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക. നബിയേ തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കലാണ്. പാടത്തും പറമ്പത്തും പണിയെടുത്തുകൊണ്ട് കിട്ടുന്നതായ സർവ്വ സമ്പാദ്യവും ജോലി ചെയ്ത് കിട്ടുന്നതായ സർവ്വരത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും എല്ലാം അവിടുത്തേക്ക് സമർപ്പണം. യാ റസൂലല്ലാഹ് വജമഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക. എന്റെ ജീവിതം മുഴുവനും തങ്ങൾക്ക് സമർപ്പണമാണ് റസൂലേ. ഫിദാകാ ബി വ ഉമ്മി, എന്റെ മാതാപിതാക്കൾ അവിടുത്തേക്ക് സമർപ്പണമാണ് റസൂലേ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തങ്ങളെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഫർ മാസം 27-ന് മക്കയിൽ നിന്ന് പരിശുദ്ധ പ്രവാചകർ അലി റളിയല്ലാഹു അൻഹുവിനെ പുതപ്പിട്ടുകൊണ്ട് തന്റെ കിടക്കയിൽ കിടത്തിയിട്ട് പ്രവാചകൻ ഇതാ പോകുന്നത് നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്കാണ്. ഒരുമിച്ച് യാത്ര തിരിക്കുകയാണ്. പുണ്യമാക്കപ്പെട്ട മക്കയിൽ നിന്ന് ഇതാ ഗാറ് സൗറിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് 3 ദിവസം താമസിച്ചതാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷണ വലയം നിർത്തുകൊണ്ട് ഗാറ് സൗറിൽ നബി തങ്ങളോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 724 അടി ഉയരത്തിലുള്ളതാകുന്ന വലിയ മലയുടെ മുകളിൽ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ തങ്ങളുടെ മടിയിൽ തല വെച്ച് കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിശ്രമിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യമുണ്ടോ മുസ്ലിമേ? ഇതിനേക്കാൾ വലിയ ബറക്കത്തുണ്ടോ? പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിസ്കരിച്ചിട്ട് പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോ ഒരു ഹൽഖ കാണുകയാണ്. ഒരു കൂട്ടർ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ഏറ്റവും നല്ല ഉന്നതൻ അബൂബക്കറിനേക്കാൾ ഉമറിനാണ് വലിയതാകുന്ന അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഉമറാണ് അബൂബക്കറിനേക്കാൾ ശ്രേഷ്ഠൻ. ഇത് കേട്ടുകൊണ്ട് കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവരോട് പറയുകയാണ്, പറയരുതേ, എന്നെയല്ല പുകഴ്ത്തേണ്ടത്, എന്നേക്കാൾ ഉന്നതൻ അബൂബക്കറാണ്. അറിയുമോ നിങ്ങൾക്ക് സഹാബ, ലൈലതു അബീ ബക്കറിൻ ഖൈറുൻ മിൻ ഉമരി ഉമറാ.
അബൂബക്കറിന്റേതാകുന്ന ഒരൊറ്റ രാത്രി എന്റെ ജീവിതത്തിൽ കിട്ടുന്നതായ മുഴുവൻ ആയുസ്സിനേക്കാൾ ഈ ഉമറിന്റേതാകുന്ന ആയുസ്സിനേക്കാൾ ഏറ്റവും വലുതാണ് സ്വഹാബ, ഏറ്റവും വലുതാണ് സ്വഹാബ. ഏതാണ് ആ രാത്രി എന്നറിയുമോ? സഫർ മാസം 27 മുതൽ 3 ദിവസം പ്രവാചകരോടൊപ്പം താമസിച്ചതാകുന്ന അബൂബക്കറിന് ഒറ്റയ്ക്ക് കിട്ടിയതാകുന്ന രാത്രി സൂർ എന്ന് പറയുന്ന ഗുഹയുടെ മുകളിൽ ശത്രുക്കളിൽ നിന്ന് കവചം തീർത്തുകൊണ്ട് റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ കിട്ടിയതായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവസരം അതൊരു സാദാസീത രാത്രിയല്ല. ലലൈലതു അബീ ബക്കറിൻ ഖൈറുൻ മിൻ ഉമരി ഉമറ. ഉമറെന്ന് നിങ്ങൾ പറയുന്നതായി പാവപ്പെട്ട മനുഷ്യനില്ലേ, കിസ്റയുടെയും കൈസറിന്റെയും കോട്ട കുത്തകങ്ങളെ കിടുകിടാവിറപ്പിച്ച ഉമറെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഉമറില്ലേ? ലോകത്തോട് ഗാന്ധിജി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ വരേണ്ടത്. ഒരു സാധാരണ മനുഷ്യനല്ല ഉമർ. ഒരു വാതിലൂടെ പിശാച് വരുന്നു, അതിന്റെ മറ്റേ തലക്കിലൂടെ ഉമർ ഇതാ കാണുന്നു. ഉമറിന്റെ നിഴൽവട്ടം കണ്ടാൽ പിശാച് പുറത്തേക്ക് ഓടുമത്രേ. അത്രമാത്രം ഈമാനിന്റേതാകുന്ന സ്ഥൈര്യമുള്ള ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്ന ഉമറിന് അദ്ദേഹത്തിന്റെ ആയുസ്സിൽ മുഴുവൻ ചെയ്തിട്ടുള്ളതായ എല്ലാ നന്മകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാലും അബൂബക്കറിന് ആ കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയോളം വരില്ല കേട്ടോ. അബൂബക്കറാണ് എന്നേക്കാൾ വലുത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? അബൂബക്കറിന്റെ ഹൃദയം മുഴുവനും മുത്തുനബിയാണ്, റസൂലുള്ളാഹിയോടുള്ള പ്രേമമാണ്, ആ പ്രവാചകരോടുള്ള അനുരാഗമാണ്. എന്താണ് അബൂബക്കറെ നിന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഗതികൾ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ മടിയില്ലാതെ അബൂബക്കർ വിളിച്ചു പറയുകയാണ്, അന്നളറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, തങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം റസൂലേ. തീർന്നില്ല തീർന്നില്ല. വജംഉൽ മാലി ലിൽഇൻഫാഖി അലൈക. രണ്ടാമത്തെ ആഗ്രഹം കുടുംബമല്ല, രണ്ടാമത്തെ ആഗ്രഹം കച്ചവടമല്ല, രണ്ടാമത്തെ ആഗ്രഹം മറ്റൊന്നുമല്ല. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ അഭിലാഷവും ഏറ്റവും വലിയ ഇഷ്ടവും തങ്ങളാണ്, തങ്ങളാണ്. തങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി, തങ്ങളുടെ ഇഷ്ടത്തിന് ചെലവഴിക്കാൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടലാണ് രണ്ടാമത്തെ ഇഷ്ടം റസൂലേ. തീർന്നില്ല തീർന്നില്ല. റസൂലുള്ളാഹിയോട് മൂന്നാമത് പറയുകയാണ്, വത്തവസ്സുലു ബിഖറാബതിക. തങ്ങളോടുള്ള ബന്ധം ചേർക്കലാണ്, കുടുംബ ബന്ധം ചേർക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ആയിഷ സിദ്ദീഖയെ നബിയെ തങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നത് തങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധത്തിനപ്പുറം ഒരു കുടുംബ ബന്ധം കൂടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വത്തവസ്സുലു ബിഖറാബതിക യാ റസൂലല്ലാഹ്. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ്, ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹവും അനുരാഗവും ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി തുറന്നു പറയുകയാണ് അബൂബക്കർ. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്നേഹവും അനുരാഗവും സുന്നികളാകുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണേ അല്ലാഹ്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ കൂടുതലായി ഭാഷണം നടത്തുന്നില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് നാം. റസൂലുള്ളാഹിയുടെ മദ്ഹ് നമ്മൾ ചൊല്ലണേ. അല്ലാഹ് പോലും അവന്റെ നാമത്തിലേക്ക് ചേർത്ത് വെച്ച നാമമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മുഹമ്മദ്
മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ സ്തുതിക്കവനാൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വ്യക്തിയാണ്, സ്തുതികീർത്തനങ്ങൾ ആലപിക്കേണ്ട വ്യക്തിയാണ്, ഒരു സാധാരണ മനുഷ്യനല്ല. ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കളാകുന്ന സർവ്വ ഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്, ഇറാഖിൽ അന്ന് വിശ്രമം ചെയ്യുന്ന, ബഗ്ദാദിൽ അന്ന് വിശ്രമം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉസ്താദായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാകുന്ന സിരിയുസ് സഖതി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാകുന്ന മഹാനാകുന്ന മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ഇറാഖിലെ വലിയ മഖാമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അവിടെ എത്തിച്ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഹയ്യ ലിഖറാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ആരെങ്കിലും ഭക്ഷണം തയ്യാർ ചെയ്താൽ, മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങളെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടിയാൽ തീർന്നില്ല. വലബിസ ജദീദ, നല്ല പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ, വതഅത്തറ വതജമ്മല, നല്ല അത്തർ പൂശി നല്ലതുപോലെ പുതുവസ്ത്രം ധരിച്ച് നല്ല പ്രൗഢിയോടുകൂടി ഗാംഭീര്യത്തോടുകൂടി മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്താൽ, പള്ളികളും വീടുകളിലും മൗലിദ് ഓതുന്ന സദസ്സുകളും ഒക്കെ മനോഹരമായി ലൈറ്റ് ഇട്ടുകൊണ്ട് അലങ്കരിച്ചാൽ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഒന്നാം സ്ഥാനക്കാരാകുന്ന ആളുകളോടൊപ്പമാണ്, അംബിയാ മുർസലീങ്ങളോടൊപ്പമാണ് എന്ന് മഹാനാകുന്ന മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഈ ലൈറ്റുകൾ, എന്തിനാണ് വീടുകൾ ഇങ്ങനെ ബൾബുകൾ ഇട്ട് അലങ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, എന്തിനാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കുന്നത് മൗലിദിന്റെ സദസ്സിൽ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, മഹത്തുക്കളാകുന്ന സർവ്വ മഹാന്മാരും അതിന്റെ മഹത്വം ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, പാവങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട്, നിരാലംബർക്ക് അവലംബമായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളെ ദീനിന്റെ വഴിത്താറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പരീക്ഷിച്ചിടത്തോളം ഏറ്റവും നല്ല പരീക്ഷണം, ഞാൻ വിജയിച്ചത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലാണ്. അതിനേക്കാൾ ഉന്നതമായ പ്രതിഫലം മറ്റൊന്നുമില്ല, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് അത് എന്ന് മഹാനാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുക, അതിനുവേണ്ടി മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. അതിന് അസൂയ കൊണ്ടിട്ട് കാര്യമില്ല. മൗലിദ് ഓതുക, അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുത്തനബിയോടുള്ള മഹബ്ബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ചൊല്ലുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.